എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരാഭാസം നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം അയാളുടെ സഹോദരി പ്രിയങ്ക വാദ്ര, പിന്നെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെ, പിന്നെ നമ്മുടെ കേരളത്തുകാരൻ കെ.സി. വേണുഗോപാൽ, ഇതേപോലുള്ള വിദ്വാൻമാരെല്ലാം കൂടെ നടത്തിയ ഒരു സമരാഭാസം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ്. എന്താണ് അതിന് അവരുടെ ആവശ്യം? പ്രധാനമന്ത്രി രാജിവെക്കുക. അതെന്തിനാണ് പ്രധാനമന്ത്രി രാജിവെക്കേണ്ടത്? ഇവന്മാർക്കെല്ലാം കൂടെ ഭരണത്തിൽ കയറിയിരുന്ന് അഴിമതി നടത്തി രാജ്യത്തെ പാകിസ്ഥാൻ്റെ മുന്നിൽ അടിയറ വയ്ക്കുക, ഈ രാജ്യത്തെ സംസ്കാരമായ സനാതന സംസ്കാരത്തെ, ഹിന്ദു സംസ്കാരത്തെ ഇല്ലാതാക്കുക. അത് ആണ് ഇവന്മാർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് കൂറകളുടെ പാർട്ടിയുടെ സമരം നമ്മൾ കണ്ടു. ഈ രാജ്യത്തിന് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു വിദ്വാൻ സോനം വാങ്ചുക്ക് 10-20 ദിവസം സത്യാഗ്രഹം ഇരുന്നു. സർക്കാർ മൈൻഡ് ചെയ്തില്ല. അയാൾ അവിടെ കിടന്ന് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ഉള്ള മനോഭാവം കാണിച്ചു. അവസാനം ചുക്കിൻ്റെ സഹായി കോടതിയിൽ പോയി ഇയാളെ രക്ഷിക്കാൻ വേണ്ടി, എന്നുവെച്ചാൽ എടുത്ത് ചാടുകയും ചെയ്തു. വെറുതെ എണീച്ച് പോകാനൊക്കത്തില്ല. ഒന്നുകിൽ കോടതി വരണല്ലേ സർക്കാർ അറസ്റ്റ് ചെയ്ത് മാറ്റണം. സർക്കാർ തയ്യാറാകാതിരുന്നപ്പം അയാൾ അവിടെ കിടന്ന് ചാവട്ടെ എന്നുള്ള ഒരു മനോഭാവം എടുത്തു. കാരണം അയാൾ ലഡാക്കിൽ കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു ജൻസി കലാപത്തിന് അയാൾ ശ്രമിച്ച് അവസാനം പോലീസ് ഇടപെട്ട് 4 പേരെങ്ങാണ്ട് വെടിവെപ്പി മരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച വിദ്വാൻ അയാൾ സത്യാഗ്രഹം കിടന്നു കൂറകൾക്ക് വേണ്ടി. കൂറകളുടെ ദീപ്കയുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന കാര്യമാണ്. തികച്ചും രാജ്യവിരുദ്ധനായിട്ടുള്ള ഒരു വിദ്വാൻ. അപ്പം അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവർ പാർലമെൻറ്റിലേക്ക് ഒരു മാർച്ച് നടത്താൻ ശ്രമിച്ചു. കൂറകൾ മുദ്രാവാക്യം അവരുടെ സംസദ് കോ ഹം ഉഖാഡ് ദേംഗെ, അതായത് പാർലമെൻറ്റ് അവർ തച്ച് തകർക്കും, തരിപ്പണമാക്കും എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി. പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടു. ഉമാരുടെ സമരപ്പന്തൽ ജന്തർ മന്ദിറിൽ പൊളിച്ചു കളഞ്ഞു. അങ്ങനെ അവിടെ അങ്ങ് അടിച്ചൊതുക്കി. അവർ പോലീസിനെ ആക്രമിച്ച് 100 പോലീസുകാരിൽ കൂടുതൽ പരിക്ക് പറ്റിയതോടുകൂടിയാണ് പോലീസുകാർ നടപടിയെടുത്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പപ്പുമോന് പൂതി ഇളകിയത്. എന്നാൽ സമരം ചെയ്തേക്കാം, എന്തായാലും കൂറകൾ ഒരു അടിസ്ഥാനം ഒരുക്കി കൊടുത്തതാണല്ലോ. അപ്പം അതിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രധാനമന്ത്രിയെ രാജിവെപ്പിച്ചിട്ട് ആ കസേരയ്ക്ക് കയറിയിരിക്കാം എന്നുള്ള ഒരു മോഹം. അല്ല, ജനങ്ങളുടെ മുന്നിൽ ചെന്ന് കോൺഗ്രസിൻ്റെ നയം അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് വാങ്ങി പ്രധാനമന്ത്രിയാകാൻ കഴിയുകയില്ല എന്നുള്ളത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെളിയിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് കാരണം കുറേ വർഷങ്ങളായിട്ട് ഈ കോൺഗ്രസ്സുകാർക്ക് അഴിമതി നടത്തി ധനം സമ്പാദിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കഴിയണം എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലെത്തണം കോൺഗ്രസ്സുകാരൻ ഈ പപ്പുവും സഹോദരി പ്രിയങ്ക, പിന്നെ ഇവരുടെ ഈ അഴിമതി വൃന്ദം മന്ത്രിമാരായിട്ടും വന്നെങ്കിൽ മാത്രമേ ഇവർക്കത് നടക്കത്തുള്ളൂ. അതിനുള്ള ഒരു സാഹചര്യം ഈ വിളനിലം ഒരുക്കി കൊടുത്തു എന്ന് തോന്നി, പാർട്ടികൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി ഇന്നലെ രംഗത്തിറങ്ങി. കോൺഗ്രസ്സുകാർ പ്രധാനമന്ത്രി രാജിവെക്കണം. ആദ്യം നീറ്റ് പരീക്ഷയിലെ ചോദ്യച്ചോർച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ, നമ്മുടെ കേന്ദ്ര
വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ സമരം ഇമാർ പിന്നീടത് കാശ്മീരിൻ്റെ 371 വകുപ്പ് പുനഃസ്ഥാപിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ സമരം നടത്തി. ഖാലിസ്ഥാനികൾ ഉൾപ്പെടെയുള്ള വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ, അതായത് CPM ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾ അവരുടെ പോഷക സംഘടനകളിൽ കൂടി നക്സലുകളുടെ വിദ്യാർത്ഥി സംഘടനയായ ഐസ, CPMൻ്റെ പോഷക സംഘടനയായ SFI ഇവരെല്ലാം കൂടെ ചേർന്നാണ് രാജ്യത്ത് ആദ്യം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതിനെ അടിച്ച് ഒതുക്കിയപ്പോഴാണ് കോൺഗ്രസ് രംഗത്തിറങ്ങിയത് നമ്മൾ കണ്ടു. എന്നിട്ട് ഭയങ്കര ബഹളം, പ്രധാനമന്ത്രി രാജിവെക്കണം, പ്രിയങ്ക വാദ്ര കയ്യും കൊട്ടി തിരുവാതിര കളിക്കുന്നതിൻ്റെ കൂട്ടല്ലായിരുന്നു കൊട്ടിപ്പാടിയ പ്രധാനമന്ത്രി രാജിവെക്കണം, ഇപ്പം രാജിവെക്കണം, ഇപ്പം രാജിവെക്കണം, ഇപ്പം രാജിവെക്കണം. ഇവർ മൈൻഡ് ചെയ്യാൻ പോയില്ല. പ്രശ്നം വഷളാകുമെന്ന് അറിഞ്ഞപ്പം എല്ലാത്തിനെയും തൂക്കിയെടുത്ത് അകത്തിട്ടു. അത് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. ഈ കൂറകൾക്ക് ഒരു ദിവസം പോലും അവിടെ സത്യാഗ്രഹം ഇരിക്കാൻ അനുവാദം കൊടുക്കരുതായിരുന്നു. പിന്നെ ജനാധിപത്യ ബോധം ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് രാജ്യത്ത് ഈ അശാന്തി ഉണ്ടാകരുത് എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് പ്രധാനമന്ത്രി അതിന് തയ്യാറാകാതിരുന്നതാണ് ഇവർ മുതലെടുത്തത്. അദ്ദേഹം വിചാരിച്ചു ഇവരെന്തെങ്കിലും കാണിച്ചു പോട്ടെ, അവിടെ പോയി ഉണ്ണാവ്രതം ഇരിക്കുമോ, ഉണ്ണാവ്രതം ഇരുന്ന് ചാവുമോ, എന്തെങ്കിലും ചെയ്യട്ടെന്ന് അദ്ദേഹം വിചാരിച്ചതുകൊണ്ട് ഇവർക്ക് അതൊരു വളമായിട്ട് ഇവർ കരുതി. പ്രധാനമന്ത്രി ഞങ്ങളെ പേടിച്ചു, ഭയന്നിരിക്കുകയാണെന്നുള്ള രീതിയിൽ ഇവന്മാർ കൂടുതൽ നകളിക്കാൻ തുടങ്ങി. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ളവർ. സത്യത്തിൽ വേണ്ടതെന്താണ്? ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഈ 10-14 വർഷം കൊണ്ട്, 12 വർഷം കൊണ്ട് നരേന്ദ്രമോദി രാജ്യം ഭരണമേറ്റതോടുകൂടി ലോകത്തിൻ്റെ മുന്നിൽ എല്ലാ രംഗത്തും ഭാരതം ശക്തമായി തുടങ്ങി. അത് സാമ്പത്തിക രംഗത്തായാലും ഈ സൈനിക രംഗത്തായാലും എല്ലാം ശക്തി പ്രാപിച്ചത് ഇവർക്ക് സഹിക്കുന്നില്ല. ഈ അടുത്ത സമയത്തൊരു റിപ്പോർട്ട് വന്നതാണ്, നമ്മുടെ വ്യോമസേന ചൈനീസ് വ്യോമസേനയെക്കാട്ടി ശക്തമാണ്. നമ്മുടെ വ്യോമസേനയോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലുള്ള ഒരു അവസ്ഥയാണ് ചൈനയുടെ. ഇത് CPMകാർക്ക് എങ്ങനെ സഹിക്കും? കോൺഗ്രസിന് എങ്ങനെ സഹിക്കും? രാജ്യവിരുദ്ധർക്ക് എങ്ങനെ സഹിക്കും ഈ ഇന്ത്യ ശക്തമാകുന്നത്? ഇവർ ഈ ഒരു അവസ്ഥ ഭാരതത്തിൻ്റേത് ഇല്ലാതാക്കി ഭാരതത്തിനെ വെറും ശക്തി കുറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കോൺഗ്രസ്സുകാരും മറ്റുള്ളവരും രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് ആസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കോടിക്കണക്കിന് രൂപ നമ്മുടെ രാജ്യത്ത് നിക്ഷേപിക്കാൻ കരാറുമൊക്കെ ഒപ്പിട്ട് അങ്ങനെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, നമ്മുടെ ആയുധങ്ങൾ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്ന സാഹചര്യം, ഇതൊക്കെ ഇല്ലാതാക്കണം. അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇവരൊക്കെ ഇരുന്ന് ചെയ്താലേ അതിൽ നിന്ന് കമ്മീഷനും മേടിച്ച് കോടികൾ അടിച്ചു മാറ്റാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടതാണ് ബൊഫോഴ്സ് തോക്കിൻ്റെ കാര്യം തന്നെ. നമ്മൾ ഇങ്ങോട്ട് മേടിക്കുമായിരുന്നു. ഈ കരാറ് മേടിക്കാനുള്ള കരാറ് കൊടുത്ത് നല്ല ക്വാളിറ്റിയുള്ള തോക്കാണ് ബൊഫോഴ്സ്. പക്ഷേ അത് നമ്മുടെ രാജ്യത്ത് മേടിക്കാൻ വേണ്ടി കമ്മീഷൻ എത്ര 350 കോടിയോ, അതുപോലെ 350 അല്ല അതിലുമൊക്കെ ഭീമമായ തുക കമ്മീഷൻ മേടിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ ബന്ധുവിനെ ഇടനില നിർത്തി കമ്മീഷൻ മേടിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഇല്ലാതായതോടുകൂടി കോൺഗ്രസ്സുകാർക്ക് ഇരിക്കപ്പുറതി ഇല്ലാതായി. അത് അങ്ങനെയുള്ള അവസ്ഥ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമാണ് കോൺഗ്രസ്സിനുള്ളത്. അത് നടക്കുന്നില്ല എന്നായപ്പോൾ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കി അതിൻ്റെ മറവിൽ അധികാരത്തിലേറാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസും സഖ്യവും അവരുടെ ഇന്ത്യ സഖ്യവും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ജനങ്ങൾ, ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളും മഹാഭൂരിപക്ഷം ജനങ്ങളും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്
യുവമാരുടെ കലാപത്തിനൊന്നും ജനങ്ങൾ പങ്കെടുക്കാത്തത്. ഇവരോടൊപ്പം ഉണ്ട് തീവ്രവാദികൾ, രാജ്യത്തെ ഖാലിസ്ഥാനികൾ, കർഷകരുടെ പേരിൽ ഈ ചില സംഘടനകളുണ്ടൊക്കെയിട്ടുണ്ടല്ലോ, ഈ രാജ്യവിരുദ്ധരായിട്ടുള്ളവർ, അവരൊക്കെ കൂടിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ജനങ്ങളുടെ പിന്തുണയില്ല. ആ പിന്തുണ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഇത് വെച്ചിട്ടാണ് അന്ന് ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് കാരണം ചില കുട്ടികൾ ആത്മഹത്യ ചെയ്ത് ദൗർഭാഗ്യകരമായ സംഭവങ്ങളുണ്ടായിരുന്നു. എന്തായാലും അവരുടെ മാതാപിതാക്കളാകെ അവരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ട് വന്ന കുട്ടികൾ നഷ്ടപ്പെട്ടാൽ ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ നമ്മൾക്ക് മനസ്സിലാക്കാം. അവരും ഈ ദുരുദ്ദേശത്തോടല്ലെങ്കിലും തങ്ങളുടെ മക്കൾക്ക് ഈ അവസ്ഥ വന്നതിൽ ഉള്ള വിഷമം കാരണം അതിൽ ചില മാതാപിതാക്കൾ ഈ സമരത്തിൽ പങ്കെടുത്തു. അതവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അവരുടെ മാനസികാവസ്ഥ അതാണ്. തങ്ങൾ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ട് വന്ന് തങ്ങളുടെ മകൻ അല്ലെ മകൾ നഷ്ടപ്പെട്ടാൽ അതൊരു മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയില്ല. അവർ ഇതിനകത്തിൽ മറ്റൊന്നും ചിന്തിക്കാതെ പങ്കെടുത്തു എന്നുള്ളത് മാത്രമാണ് ഈ സമരത്തിൽ നമ്മളെ വൈകാരികമായി വിഷമിപ്പിക്കുന്ന കാര്യം. മറ്റു രീതിയിലുള്ള ഇവന്മാരെ, ഈ സമരം ചെയ്യുന്നവരെ ആടിച്ചൊതുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും. അതിന് നരേന്ദ്രമോദി തയ്യാറാകാതിരുന്നത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഏത് ശക്തിയായാലും നമ്മൾ മുളയിലെ നുള്ളിക്കളയണം, തല്ലി ഒതുക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ഇന്നലെ ഇവർ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നേ ഇരുന്ന് അലറി വിളിക്കുന്നതൊക്കെ കേട്ടു, രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞു. പോലീസുകാർ നടപടിയെടുത്ത് എല്ലാ അമ്മമാരെ തൂക്കി എടുത്ത് കൊണ്ടുപോയി. അതെല്ലാം നല്ല കാര്യം തന്നെ. പക്ഷേ അതല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. നമുക്കറിയാം 86 നടന്ന ബോംബെ കലാപം, അത് ഹിന്ദു ഭീകരത എന്ന് പറയുന്ന ഒരു കാര്യം സൃഷ്ടിച്ച് ഹിന്ദു സമൂഹത്തെ ലോകത്തിന് മുന്നിൽ അധിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായി പാകിസ്ഥാനുമായി ചേർന്ന് അന്നത്തെ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ ഒരു ഭീകരാക്രമണമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കേന്ദ്രത്തിലെ മുൻ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി RVS മണി അതിൻ്റെ വെളിപ്പെടുത്തൽ നടത്തിയത് നമ്മളെല്ലാം കേട്ടതാണ്. ഇതിനുള്ള രേഖകൾ മൊത്തവും ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ നടത്തിയ ഈ തീവ്രവാദ ആക്രമണ പരിപാടി അവർ അജ്മൽ കസബിൻ്റെ കയ്യിൽ ഒരു ചുമന്ന ചരടും കെട്ടിച്ച് കുറിയും തൊടിയിച്ച് അയാളെ ഒരു ഹിന്ദു ഭീകരനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പാർലമെൻറ്റിലും അല്ലെങ്കിൽ രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശ്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഈ ഔദ്യോഗിക രഹസ്യം എന്നുള്ള ഒരു ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് പൂർണ്ണമായിട്ട് ജനങ്ങളിൽ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുനിഞ്ഞിറക്കിയിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ് വേണ്ടത്. അത് തന്നെയല്ല വേണ്ടത്, ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം. ഈ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ അടിയന്തരാവസ്ഥയല്ലാതെ ഇതേപോലുള്ള തെമ്മാടിത്തരം കോൺഗ്രസ്സുകാർ നടത്തുന്നതിന് കർശനമായി നേരിടുന്ന തരത്തിലുള്ള അടിയന്തരാവസ്ഥ ആണ് പ്രഖ്യാപിക്കണം. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ച ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ ഇതേപോലുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഡൽഹിയിൽ നടന്നതുപോലുള്ള തെമ്മാടിത്തരം ഈ രാജ്യത്തുണ്ടാകാതിരിക്കുന്ന തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇത്തരം കൂട്ടങ്ങളെ മര്യാദ പഠിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ടത്. നിങ്ങൾ പ്രതിഷേധിച്ചു, പക്ഷേ പ്രതിഷേധിക്കുന്നത് രാജ്യത്തിന് ദോഷകരമായ രീതിയിൽ പരിധി വിട്ടാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്ന് ഉള്ള ഒരു വ്യക്തമായ സന്ദേശം നൽകുന്ന രീതിയിലുള്ള സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിച്ചെടുക്കുക.
എന്നിട്ട് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യം തന്നെയാണ് അതിനുള്ള നടപടികൾ തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം, പാർലമെൻറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാകിസ്ഥാനുമായി ചേർന്ന് നടപ്പാക്കിയ പദ്ധതി, കോൺഗ്രസിൻ്റെ ആ ഒരു രാജ്യവിരുദ്ധമായിട്ടുള്ള ആ പ്രവർത്തനം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ച് അവരെ നമ്മുടെ ഭാരതത്തിൻ്റെ ആ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഇല്ലാതാക്കാനുള്ള നടപടികളും കേന്ദ്രം സ്വീകരിക്കണം. അതിന് മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് ഈ ആഭ്യന്തര രഹസ്യം എന്നുള്ള ചിന്തയൊന്നും മാറ്റിവെച്ചിട്ട് ഇത് മൊത്തം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും ചെയ്യേണ്ടത്. അതിന് ഇനി ഒരല്പം പോലും താമസമുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ആഗ്രഹവും അവരാവശ്യപ്പെടുന്നതും എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുക. ഈ ചാനലും ഇതിലെ ഉള്ളടക്കങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്കായി ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇതിൽ ഇനിയുള്ള തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. ഒപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.